2022 നൈജീരിയയിലെ ഇസ്ലാമിക് ഫുലാനി തീവ്രവാദികൾ തീയിട്ട ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുകൂടി. ആക്രമണത്തിൽ ദേവാലയത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിച്ചമ്പലായി. ഇവിടെയാണ് വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടിയത്. നൈജീരിയയിലെ മിഡിൽ ബെൽറ്റ് മേഖലയിലുടനീളമുള്ള ഗ്രാമീണ സമൂഹങ്ങളിൽ വിശ്വാസികൾ കത്തിച്ച പള്ളികളിൽ ആരാധിക്കുന്നത് സാധാരണമാണ്. പീഠഭൂമിയിലെ ബസാ കൗണ്ടിയിൽ മാത്രം വർഷങ്ങളിലുടനീളം ഈ ആക്രമണങ്ങളിൽ 2000-ലധികം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. 457 ജനസംഖ്യയുള്ള ഗ്രാമമായ അരിരിയിലെ അവരുടെ പള്ളിക്കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ 70ഓളം വിശ്വാസികളാണ് ഒത്തുകൂടിയത്. 2020 ആക്രമണത്തെ തുടർന്ന് നിരവധി ഗ്രാമീണർ കുടിയിറക്കപ്പെട്ടു. 2022 ഫുലാനി തീവ്രവാദികൾ 5 പേരെ കൊല്ലുകയും നിരവധി വീടുകളും ഒരു പള്ളിയും കത്തിക്കുകയും ചെയ്തു. 2023 ഗ്രാമവാസികൾ അവരുടെ വീടുകളും പള്ളികളും പുനർനിർമ്മിക്കുന്നതിനായി ഗ്രാമത്തിലേക്ക് മടങ്ങി. 2024 ഫെബ്രുവരിയിൽ തീവ്രവാദികൾ 6 പേരടങ്ങുന്ന സംഘത്തെ ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തി. ആക്രമണത്തിനിടെ ഒരു സ്ത്രീയും ബലാത്സംഗത്തിനിരയായി. ഏപ്രിൽ മാസത്തെ ഫ്രാൻസിസ് പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ മാസം പാപ്പ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അന്തസ്സും സമ്പത്തും എല്ലാ സംസ്കാരങ്ങളിലും അംഗീകരിക്കപ്പെടണമെന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അനുഭവിക്കുന്ന വിവേചനം തിരിച്ചറിയണം എന്നതാണ് പ്രാർത്ഥനാ നിയോഗം. അമേരിക്കൻ സംസ്ഥാനമായ ടെനസിയിലെ ദേവാലയത്തിന് പുറത്ത് 100 കണക്കിന് ബൈബിളുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കത്തിയ നിലയിൽ കണ്ടെത്തിയ ബൈബിൾ പ്രതികൾ മനഃപൂർവ്വം അഗ്നിക്കിരയാക്കിയതാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഗ്ലോബൽ വിഷൻ ബൈബിൾ ചർച്ചിന് പുറത്താണ് ബൈബിൾ കോപ്പികൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ മൗണ്ട് ജൂലിയറ്റ് പോലീസ് വിഭാഗവും അഗ്നിശമന സേനയും സംഭവസ്ഥലത്തെത്തിച്ചേർന്നിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. മുമ്പ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവുള്ള വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും ഇക്കുറി ഉൾപ്പെടുത്താൻ നീക്കം നടന്നിരുന്നു. ചിലർക്ക് ഡ്യൂട്ടി ഉത്തരവും ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയ പരാതി പരിഗണിച്ചാണ് വൈദികരെയും കന്യാസ്ത്രീകളെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.